നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴ ആൻഡ് ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പിസോഡിൽ എങ്ങനെയാണ് സിനിമയിൽ മിന്നൽ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ കയ്യിലുള്ള പ്രോപ്സുകൾ വെച്ചിട്ട് ആണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. ഞാനിത് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്റെ സൗഹൃദങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. എടുത്തു പറയാനെ കൊണ്ട് എന്നോടൊപ്പം കൂടെ നിൽക്കുന്ന ജോബിൻ, അതേപോലെ തന്നെ പ്രജിത്ത്, വിഷ്ണു, ശ്രീജിത്ത്, നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുന്ന കരീമിക്കയും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫ്, എറണാകുളത്ത് പൂക്കാട്ടുപടി എടത്തല പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഷാഹിന കരീം. അങ്ങനെ ഇത്രയും പേരുടെ ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വിഷ്വല് ഞാൻ എത്തിക്കുന്നത്. ഒരു ചെറിയ ഷോർട്ട് ഫിലിംസ് ആയിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള സീരിയലുകൾ ആയിക്കോട്ടെ, അതിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡിൽ പോകാം. ഈ മിന്നൽ നമുക്ക് ഷൂട്ടിങ്ങിന് ആവശ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു LED പാർ ലൈറ്റ്, അത് വൈറ്റ് ആയിരിക്കണം വേണ്ടുന്നത്. അത് നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് കടകളിലൊക്കെ കിട്ടുന്നതാണ് LED പാർ ലൈറ്റ്. അതിനോടൊപ്പം തന്നെ ഒരു പ്ലേറ്റുമാണ് വേണ്ടുന്നത്. നൈറ്റ് മൂഡിലാണല്ലോ മിന്നലിൻ്റെ ആംബിയൻസ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അതിന് വേണ്ടിയിട്ട് ലൈറ്റിൻ്റെ സോഴ്സുകൾ കൊടുക്കാം. LED പാറുകളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ കരി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ സ്മോക്ക് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ വേണമെങ്കിൽ സ്മോക്കർ മെഷീനും കിട്ടും. നൈറ്റിലൊക്കെ നമ്മൾ എക്സ്റ്റീരിയർ ഷൂട്ട് ചെയ്യുമ്പോൾ, അതായത് പുറത്തെ ഏരിയ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്മോക്ക് തിങ്ങി നിൽക്കുന്നത് ചട്ടിയിൽ മരക്കരി ഇട്ട് കനലാക്കിയിട്ട് കുറച്ച് ഡീസൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മോക്ക് ഇങ്ങനെ നിൽക്കും. വളരെ പെട്ടെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സ്മോക്കർ മെഷീനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്.
സിനിമയിലൊക്കെയുള്ള മിന്നൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരുപാട് പേര് കമന്റിലൂടെ ചോദിച്ചു. അപ്പൊ ഇത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നാം. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ കുറെ കാലങ്ങൾക്ക് മുമ്പേ സിനിമയിൽ ഇത്തരത്തിലൊക്കെയാണ് മിന്നൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്നുമല്ല, പാർലൈറ്റ് ഉണ്ട്, ഇതേപോലുള്ളതല്ല, വലിയ പാർക്കാനുണ്ട്. ആ പാർക്കാൻ്റെ ഫ്രണ്ടിലേക്ക് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ മിന്നൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലാണ് മിന്നൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതേപോലെ തന്നെ ഇപ്പോൾ ഫ്ലിക്കർ ലൈറ്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇതിന് വേണ്ടിയിട്ട് മിന്നലടിക്കാൻ വേണ്ടി ഫ്ലിക്കർ ലൈറ്റ് ഒന്നും ആരും സിനിമയിൽ പോലും അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ ഇതൊക്കെ ആകുമ്പോൾ വളരെ സിമ്പിളാണ്. ഇങ്ങനെ അടിക്കുക, താക്കുക, ഇങ്ങനെ അടിക്കുക, താക്കുക. ഇതാണ് മിന്നൽ. എല്ലാവരും ഒരുപാട് പേര് ഇങ്ങനെ സംശയം ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് സിനിമയിൽ മിന്നൽ. അതേപോലെ തന്നെ എനിക്ക് ഈ എപ്പിസോഡിൽ പറയാനുള്ളത് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുണ്ട് വിഷ്ണുവിൻ്റെ ലൈറ്റുകളാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു സീരിയൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തേക്കോ ഇതൊന്നും ആയിരിക്കത്തില്ല ലൈറ്റുകൾ. അപ്പോൾ എന്തായാലും ഉള്ള ഒരു ലൈറ്റിൻ്റെ പരിമിതി വെച്ചിട്ടാണ് നിങ്ങളിത് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഈ വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി എത്താൻ വേണ്ടി അതിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. പിന്നെ കൂടാതെ കുമ്പഴാൻ ടു എന്ന് പറയുന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കാണും വരെ ബൈ.